ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് പ്രാർത്ഥിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത് സിക്കിമിലെ പരിശുദ്ധ കന്യകാമാതാവിനെ കുറിച്ചാണ്. അവർ ലേഡി ഓഫ് സിക്കിം, ഇസ്രായേൽ 474 ഇസ്രായേലിലെ ഗാരിസം കുന്നുകളുടെ താഴെ നിന്നും പുനഃസ്ഥാപിക്കപ്പെട്ട ഒന്നാണ് ലുവേൻ രാജപ്രഭുവിൻ്റെ സംസ്ഥാനമായ ബ്രാബൻറ്റിലെ ദേവാലയം. പല അവസരങ്ങളിലും അവിടെ താമസിച്ചിരുന്ന ക്രിസ്ത്യാനികൾക്ക് സമരിയക്കാരിൽ നിന്നും വലിയ സഹനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. 474 ചക്രവർത്തി ഗാരിസം കുന്നുകൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നൽകുകയും അദ്ദേഹം പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു പള്ളി പണി കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. സിക്കിമിലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അതിപുരാതനമായ രൂപം എന്ന് കൂടുതലായി അറിയപ്പെടുന്ന മൊണ്ടേഗുവിലെ പരിശുദ്ധ കന്യകാമറിയത്തെ ബെൽജിയംകാർ വളരെ നേരത്തെ തന്നെ ആദരിക്കുവാൻ തുടങ്ങിയിരുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ കൊച്ചു ജീവിതം പൂർണ്ണമായും അമ്മയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വേദനകളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം അമ്മ ഏറ്റെടുക്കണമേ. ആശ്വാസവും സമാധാനവും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, അനുഗ്രഹത്തിൻ്റെ വലിയ കൃപ, വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാതാവ് നൽകുന്ന സന്ദേശങ്ങൾ വായിച്ചു മാത്രം കടന്നു പോകാതെ സമയമുള്ളപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് കരുതാതെ ഒന്നിനും സമയം കിട്ടാത്ത കാലം വരുന്നതിന് മുമ്പ് സമയം കണ്ടെത്തി നമുക്ക് ജപമാല ചൊല്ലാം. പരിശുദ്ധ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിക്കാം. വരും കാലങ്ങളിൽ ഒന്നിലും പതറിപ്പോകാതെ ധീരമായി തന്നെ പിടിച്ചു നിൽക്കുവാൻ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.